ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ ആനക്കോട്ട. ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്തുന്ന ആനകളെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടുന്നാണ് അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പിനായാലും ആനയോട്ടത്തിനായാലും ഒക്കെ ആനകളെ കൊണ്ടുപോകുന്നത്. ജൂൺ 26-ാം തീയതി ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് പെൻഷനായിട്ടുള്ള ആൾക്കാരുടെ വകയിൽ ഒരു ആനയൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സുവർണ ജൂബിലീൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ജീവധന വിഭാഗത്തിൽ നിന്ന് പെൻഷൻ പറ്റിയ ആൾക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആനയൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് കാണാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും നിൽക്കും, അങ്ങനൊരു സിറ്റുവേഷനായിരുന്നു. എന്നാലും എല്ലാ ആനകളെയും അവിടെ കൊണ്ടൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ ആനകൾ അവരവരുടെ സ്ഥാനങ്ങളിലാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ആനകളെ മാത്രം ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ വകയിൽ ആനയൂട്ട് നടത്തുമായിരുന്നു. പിന്നെ അവിടെ ഇവിടെയുള്ള ആനകൾക്കൊക്കെ അവരുടെ സ്ഥാനത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ടും ആനയൂട്ട് നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ നടയിരുത്തലൊക്കെ ആനേനെ നടയിരുത്തൽ നിർത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പണ്ട് കുറേ ആനകളുണ്ടായിരുന്നു അവിടെ. ഇപ്പം ആനകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ ചെരിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ ഗോപീകണ്ണൻ, നന്ദിനി അവരൊക്കെ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ആനകളെയും നമുക്ക് മുമ്പിൽ അധികം കാണാൻ പറ്റില്ല. കുറച്ച് ഉള്ളിലോട്ടുള്ള ഭാഗത്തിൽ കുറേ ആനകളെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് കുറുമ്പുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ മതപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ കുറച്ച് ദൂരെ മീൻസ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള സ്ഥലത്താണ്. അവിടെ നമുക്ക് പ്രവേശനമില്ല. നമുക്ക് പ്രവേശനമുള്ള സ്ഥലത്ത് നമുക്ക് ചുറ്റി കാണാൻ പറ്റും. പിന്നെ ഗുരുവായൂരമ്പലത്തിലേക്ക് വരുന്നവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ആനക്കോട്ട. പിന്നെ ആനേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ നല്ല രസമാണ്. ഗുരുവായൂരമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അവിടെ പോകാനായിട്ട്. പിന്നെ അവിടെ ടിക്കറ്റ് വെച്ചിട്ടാണ് പ്രവേശനം. പിന്നെ ക്യാമറയ്ക്ക് എന്തോ ചെറിയ കാശുണ്ട്. പിന്നെ ആനകളെ കുളിപ്പിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, അതൊക്കെ നമുക്കിങ്ങനെ നടക്കുമ്പം കാണാൻ പറ്റും. ഇനിയിപ്പോൾ കർക്കിടകമായാൽ ആനകൾക്ക് സുഖചികിത്സയും മരുന്ന് സേവയും ഒക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ അമ്പലത്തിൽ ആനയോട്ടത്തിന് ആദ്യം ഒരുപാട് ആനകളെ കൊണ്ടുപോയിരുന്നു. അന്നൊക്കെ ഇങ്ങനെ വരുന്ന വഴിയിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അവിടെയൊക്കെ വന്ന് വെള്ളം കുളിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ പോകും. മേലുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ അവർ പോവും. പക്ഷേ ഇപ്പം അധികം ആനകൾ വരുന്നില്ല. പ്രത്യേകിച്ച് ഈ ചൂടും ഇതൊക്കെ ആയത് കാരണം പിന്നെ ആനകൾക്ക് മതപ്പാടും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം എണ്ണത്തിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ തന്നെ പിന്നെ എല്ലാതൊന്നും ഓടണില്ല ഇപ്പം. ആദ്യത്തെ 2-3 ആൾക്കാർ ആനകൾ മാത്രമേ ഓടുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പതുക്കെ നടക്കണേ ഉള്ളൂ. പിന്നെ ആനയോട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയ ആന അമ്പലത്തിൻ്റെ ഉള്ളിലായിരിക്കും. ഈ ഉത്സവകാലത്ത് 10 ദിവസം അവർക്ക് സ്പെഷ്യൽ കെയർ ആയിരിക്കും. ആ ഭഗവാന്റെ തടമ്പെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അവരാണ് മുന്നിലുണ്ടാവുക. പിന്നെ ആറാട്ട് ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്കും ആറാട്ടും എന്താ പറയുക, പള്ളിവേട്ടയ്ക്കൊക്കെ പിടിയാനകളാണ് തടമ്പെടുത്തിട്ട് ഓടാൻ ഒക്കെ ഉണ്ടാവുക. പണ്ട് നന്ദിനിയായിരുന്നു. നന്ദിനി വയ്യാതെ ആയപ്പം ഇപ്പം ദേവിയാണ്. പിന്നെ ആനക്കോട്ടയിൽ പിടിയാനകൾ കുറവാണ്. ഇപ്പോൾ ദേവിയും ഒരു ലക്ഷ്മിയും ഉണ്ട്. വേറെ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം 2 ആൾക്കാരെ പുറത്ത് കാണാറുണ്ട്. ഈ പ്രാവശ്യത്തെ ആനയോട്ടത്തിൽ ജയിച്ചിട്ടുള്ള ആൾ ബാലുവാണ്. അതേപോലെ ഗുരുവായൂർ കേശവൻ അനുസ്മരണ ദിനത്തിൽ ആനക്കോട്ടയിൽ നിന്ന് എല്ലാ ആനകളും കൂടെ വരിയായിട്ട് അമ്പലത്തിൻ്റെ അവിടെ വന്ന് കേശവൻ്റെ പ്രതിമേൻ്റെ അടുത്ത് വന്ന് കേശവനെ ഹാരണിയിക്കലും ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അമ്പലത്തിലെന്നും ശിവേലിക്ക് വേണ്ടിയിട്ട് ആനകളെ കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ചില ദിവസം 3 ആൾക്കാരുണ്ടാവും. പിന്നെ കാഴ്ച ശിവേലിയൊക്കെ ഉണ്ടാവുമ്പം നല്ല രസമാണ്. ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയവരൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ കാണുമ്പോഴേ
അപ്പോൾ ഗുരുവായൂർ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.